ഹലോ ഗായ്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പം ഇന്നത്തെ ഒരു വ്ളോഗ് എന്താ വെച്ചാൽ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഐബൂസിൻ്റെ ഒരു ഡെയിലി റുട്ടീനാണ്. ഐബൂസിൻ്റെ ഭക്ഷണം കൊടുക്കലും ഐബൂസ് എണിക്കലും ഐബൂസ് എന്തൊക്കെയാണ് ചെയ്യുക, അവൻ്റെ വിക്രസുകളും കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഫുൾ ഡേ ആണ് കാണിക്കണേ. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണട്ടെ. ആ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഐബൂസ് രാവിലെ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ എണിക്കും. ഞാൻ അടുക്കളയുള്ള സമയത്താണ് എണിക്കുക. അപ്പോൾ ഞാൻ സൗണ്ട് കേട്ട് അങ്ങനെ ഓടി വരികയായിട്ട് ചെയ്യാം റൂമിക്ക്. ഗുഡ് മോർണിംഗ്. തൊക്ക എന്ത് തൊക്ക ഞൊങ്ങണാ ഞൊങ്ങണാ നോ 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 ഓക്കെ ഓക്കെ ഒങ്ങണ്ട ഒങ്ങണ്ട ഓക്കെ ഓക്കെ. അപ്പം ഞാൻ വീണ്ടും ഉറക്കും വിചാരിച്ചാൽ കിണിക്കാട്ടെ. അത് അതിൻ്റെ അർത്ഥം നമ്മൾ എടുക്കണം, ഇനി ഉറങ്ങണ്ട എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം മൂപ്പരാൾക്ക്. ഒങ്ങണാ എസ് ഓർ നോ? നോ വേണ്ടയോ? മതിയാ? മതിയോ? എന്ത്? ഓക്കെ ഓക്കെ ഓക്കെ. എന്താണ് സാധാരണ ഇവിടെ ഇരിക്കാറില്ലല്ലോ. അവിടെ പപ്പോ പക്ഷെ ഇന്നലെ കുറെ നേരം അടിച്ചു. പക്ഷെ 3:30 മുതൽ സുഖമായിട്ടാണ്. രാവിലെ മമ്മക്കാണ്. മമ്മക്കുട്ടി രാവിലെ മമ്മക്കുട്ടി പപ്പക്കുട്ടിയാ. ഞാൻ നെറ്റി വെട്ടണ്ടേ രാവിലെ ഉണ്ടാവാറില്ലല്ലോ. അപ്പോൾ അവൻ ചിലപ്പോൾ ഞാൻ അടുക്കളയുള്ളപ്പോൾ ചിലപ്പോൾ കണ്ണടച്ചിട്ടൊക്കെ എണിക്കും ഇടയിൽ. അപ്പം അങ്ങനെ പാൽ കൊടുത്ത് ഉറക്കും. ഇങ്ങനെ ഇപ്പോൾ കിണിങ്ങിയിട്ട് എണിക്കുകയെന്ന് വെച്ചാൽ അവനക്ക് ഇനി ഉറങ്ങണ്ടെന്ന് അർത്ഥം. മതി മതി എന്നൊക്കെ പറയും. പിന്നെ അവനക്ക് ആ റൂമിലിരിക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. കാരണം ഞാൻ വീണ്ടും ഉറക്കി കൊടുക്കുന്നുള്ള പേടിയാണ്. അപ്പോൾ പിന്നെ ഞാൻ സോഫയൊക്കെ കൊണ്ടുവരും. അവന് പാലൊക്കെ കൊടുത്തൊന്ന് കംഫർട്ട് ആക്കിയിട്ട് ഒരു 10-15 മിനിറ്റ് അവൻ്റെ കൂടെ ഇരിക്കൂട്ടാ. ഒന്ന് പാമ്പർ ചെയ്തിട്ടും ഒന്ന് ഇതാക്കിയിട്ട്. കാരണം കുട്ടികൾക്ക് എണീച്ചപ്പം ഒരു അന്തപ്പാവില്ല. അവരൊന്ന് കംഫർട്ടാക്കി എടുക്കണമല്ലോ. ഒരു 10-15 മിനിറ്റ് അവനായിട്ട് കളിപ്പിച്ചിട്ട് പിന്നെ അവനങ്ങോട്ട് വിടും. പിന്നെ അവനക്ക് കുഴപ്പമില്ല കേട്ടോ. അങ്ങനെയാണ് ചെയ്യാറ്. ഇപ്പോൾ സാധാരണ ഇപ്പോൾ 2-3-4 ദിവസമായിട്ട് ഷാമയാക്കി ഇവ എണിച്ച് കഴിഞ്ഞിട്ട് ഷാമയൊക്കെ വരാറ് കേട്ടോ. ഇതിപ്പോൾ ഇവ എണിച്ച് വരുമ്പോൾ ഷാമയൊക്കെ കണ്ടപ്പോൾ ആകെ ഷോക്കായിട്ട് പപ്പ എന്നൊക്കെ കൊണ്ട് ഭയങ്കര സന്തോഷത്തിൽ രണ്ടാളും ഒരുമിച്ച് കണ്ടതിൻ്റെ സന്തോഷത്തിൽ അങ്ങനെ പപ്പ മമ്മ എന്നൊക്കെ കൊണ്ട് അങ്ങനെ കളിച്ചിരിക്കട്ടെ മൂപ്പരാൾ ചെയ്യണത്. അതിന് കുറേ ടോയ്സുണ്ടാ. എത്ര ടോയ്സുണ്ട്? പിന്നെ അങ്ങനെ അവൻ്റെ കൂടെ ഒക്കെ ഇരുന്ന് അവന് കംഫർട്ടാക്കി അവനെ വിട്ട് കഴിഞ്ഞാൽ അവൻ അങ്ങനെ ഇരുന്ന് കളിക്കൂടും. രാവിലെ ഇങ്ങനെ കുറച്ച് നേരം കളിക്കും. ഭക്ഷണമൊക്കെ കൊടുക്കുന്ന ടൈം കുറച്ച് നേരം കളിക്കും. അപ്പോൾ ഞാൻ അടുക്കളയിൽ എന്തെങ്കിലും രാവിലത്തെ ചെയ്ത് തീർക്കുകയാണെങ്കിൽ ബാക്കി അങ്ങനെ ചെയ്ത് തീർക്കുക ചെയ്യാറ്. അതിന് കുഴപ്പമില്ല. കാരണം അവനക്ക് അവൻ്റെ കൂടെ കുറച്ച് നേരം രാവിലെ തന്നെ ഇരുന്ന് പാലൊക്കെ കൊടുത്തും സെറ്റാക്കി പിന്നെ കുറച്ച് നേരമൊക്കെ കളിച്ചിട്ടാണ് പിന്നെ ഞാൻ ഭക്ഷണം കൊടുക്കുക. പല്ലേപ്പിക്കലും ഭക്ഷണം കൊടുക്കലൊക്കെ അങ്ങനെ ചെയ്യും. ആ സമയത്ത് അവനക്ക് ഭയങ്കര ഇഷ്ടം. ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ കളിച്ചോളും നല്ല കുട്ടിയായിട്ട്. ഇനി അറിഞ്ഞോ? ആ ആ ആ ആ എറി ആ ഒറ്റക്കെടുക്കോ? ഒറ്റക്കെടുക്കോ? തല തട്ടണ്ടാട്ടാ. തല 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 ആ മമ്മടുത്തരുത്. എന്താ കരയണേ? എന്ത് പറ്റി? ഈ കരച്ചിൽ ഇപ്പോൾ പാലിനുള്ള കരച്ചിലാണ്. അതായത് രാവിലെ കുറച്ച് നേരം കളിച്ച് കഴിഞ്ഞ് പിന്നെ മൂപ്പരാൾക്ക് പാല് വേണം. പക്ഷെ ഞാൻ കൊടുക്കില്ല കേട്ടോ. കാരണം പിന്നെ രാവിലത്തെ ഭക്ഷണം കഴിക്കില്ല. അപ്പോൾ ഞാൻ വേഗം പല്ലേപ്പിച്ചിട്ട് ഭക്ഷണം കൊടുക്കാനുള്ള പരിപാടി. മൂപ്പരാൾ പാല് കിട്ടാൻ വേണ്ടി കുറേ കിണങ്ങും. കളിക്കുക പാൽ കുടിക്കുക, ഇതാണ് മൂപ്പരാൾ പരിപാടി. കുക്ക് ഉണ്ടാക്കട്ടെ? നോന്നാ പറയാൻ പറ്റില്ല. ഭക്ഷണം കഴിക്കട്ടെ? വേണ്ട. ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞാൽ മാത്രം ഓടിപ്പോകുന്ന ഐബൂസ്. ഇത്ര നേരം ഇവിടെ എണിച്ച് കളിക്കായിരുന്നേ. കുറുക്കുണ്ടാക്കട്ടെ? യെസ് ഓർ നോ? വേണോ? വേണ്ട. കുറുക്ക് വേണോ? എന്തിനാ വേണ്ട? അതന്നെ എനിക്ക് മുറ്റായി. വാടാ വാടാ കുറുക്കിനെ വാ. ഡ്രസ്സ് മാറ്റിട്ട് കുറുക്കിനെ കേട്ടെ വാ. ആനൊക്കെ ഉണ്ട്, മതി കളിച്ചത്. നമ്മൾ കുറുക്ക് എന്നിട്ട് കളിക്കാം.
പല്ലിക്കണ നോന്ന് പറയാൻ പറ്റില്ല. പല്ല് തേക്ക് ഭയങ്കര മടിയായിട്ട് തീരെ സമ്മതിക്കില്ല. പിന്നെയും ഓരോന്നൊക്കെ പറഞ്ഞാൽ അടിയത്തെ പല്ല് ഒക്കെ സമ്മതിക്കും, മേലത്തെ പല്ല് തൊടാൻ സമ്മതിക്കില്ല. അവൻ്റെ മേലത്തെ പല്ല് ചെറുതായി പൊട്ടിൻ്റെ, അതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. മേലത്തെ പല്ലുമൊക്കെ തീരെ സമ്മതിക്കില്ല. അടിയത്തെ മാത്രം ഇപ്പോൾ തേച്ച് കൊടുക്കുക, തീരെ സമ്മതിക്കില്ല. പല്ലാട്ട് പല്ലാട്ട് നാവല്ല, പല്ല് 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 തുപ്പ് 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 ചിക്ക് 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 തുപ്പ് ചിക്ക് 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 തുപ്പ്. ഓക്കെ, എന്തിനാ ഈ സിംഹത്തിനൊക്കെ കുറുക്കഴിക്കാൻ? പിന്നെന്താ? പിന്നെ 24 മണിക്കൂർ ഈ സാധനങ്ങൾ പിടിച്ചിട്ടാ. ആന പുലി സിംഹം, ആന പുലി സിംഹം അല്ലേ? അതിനൊരു ഫേവറേറ്റ് ഏതാ? ഏതാ ഇഷ്ടം? ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏതാ? ആനിന് സിംഹത്തിന് അല്ലേ? കുറുക്കിന്നാ? ഓക്കെ ഡൺ. ആ സീബ്രക്കൊന്നും ഭക്ഷണം കൊടുക്കണ്ട, അനക്കാണ് വേണ്ടത്. നോന്ന് പറയാൻ പാടില്ല അവർക്ക്. സീബ്രോട് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടി, ഇങ്ങനെ വായ വെച്ചിരിക്കും. എത്ര നേരം വെച്ചിരിക്കുക എന്നറിയോ? എന്നിട്ട് ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് ഇറക്കുള്ളൂ. വല്ലാത്ത ടാസ്ക് തന്നെ ഭക്ഷണം കൊടുക്കലെന്ന് പറഞ്ഞാൽ, കുറേ നേരം പോകും. ഇപ്പം നിങ്ങൾ വീഡിയോ കാണുമ്പോൾ വിചാരിക്കണമെന്ന് ടാബ് നോക്കിയിട്ട് കൊടുക്കുന്നത്. ഇവിടെ വേറെ മാർഗ്ഗമില്ല, നമ്മൾ 4 ചുമരിൻ്റെ ഉള്ളിലാണ്. നമുക്ക് നാട്ടിലാണെങ്കിൽ ഇപ്പം മേമികളും ഉമ്മൊക്കെ പറമ്പിലൊക്കെ കൊണ്ടുപോയിട്ട് കൊടുക്കും. പക്ഷേ ഇവിടെ നമുക്ക് ഇതേ മാർഗ്ഗമുള്ളൂ. പിന്നെ ഇവൻ തീരെ ടാബിലൊന്നും അഡിക്റ്റ് അല്ലാട്ടെ. ഞങ്ങൾ ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടും അങ്ങനത്തെ വലിയ കാര്യത്തിൽ ഞങ്ങളെ കാര്യം നടക്കാൻ എന്തിലേലും കാര്യത്തിൽ ചിലപ്പോൾ അക്രമസക്തനൊക്കെ ആകുമ്പോഴാണ് ടാബ് വെച്ചെടുക്കണം. അതും ഇവൻ 10 മിനിറ്റൊക്കെ ഇരിക്കുള്ളൂ, പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ. അല്ലാണ്ട് ഇവൻ ടാബിലൊന്നും അഡിക്റ്റ് അല്ല. ഇവർക്ക് ഇങ്ങനെ ഓടി കളിക്കുക, കുറുമ്പനെ പോലെ ചാടി കളിക്കുക, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി. ഇത് മങ്കിയ മങ്കിയ വെച്ചേരാ വെച്ചേരാ ആ വെച്ചേരാ. എന്തൊരു എന്തോ മമ്മ അടുക്കളയിൽ പോയിട്ട് ടാറ്റാ ടാറ്റാ ടാറ്റോ. അയ്യോ മമ്മ ഒരു പണിയിലായിട്ട് കുടുത്തക്കേട് കാട്ടല്ലേ. എന്താണ് ചെയ്യണേ? എന്താ ചെയ്യണേ? മമ്മയുടെ ഷൂ എടുക്കല്ല. ഇപ്പോ മമ്മയുടെ ഷൂ എടുക്കല്ല. എടുത്തേക്ക് കുറുമ്പ് കാട്ടല്ലേ പ്ലീസ്. അവിടെ കൊണ്ടൊക്കെ എങ്ങനെ കൊണ്ടുപോണേ ഷൂവേ? ഐബ്സ ഞാൻ അവിടെ ഉരുളങ്ങയും കഴിഞ്ഞോണ്ടിരിക്കട്ടെ. പണിയെടുക്കാൻ സുഖം, കാരണം ഷാമയൊക്കെ വന്നു കഴിഞ്ഞാൽ ഷാമയൊക്കെ ഏറ്റവും കളിച്ചോളും. ഞാൻ കാണിച്ചുതരാം അവരെന്ത് ചെയ്യണമെന്ന് കാണിച്ചുതരാട്ടാ. ഇതാണ് പപ്പാടേം മോൻ്റെയും കളികൾ രാവിലത്തെ. നക്കണോ? അപ്പം എനിക്ക് പണിയൊക്കെ ചെയ്യാൻ സുഖമാട്ടെ, കാരണം ഷാമയൊക്കെ രാവിലെ വരുന്നതുകൊണ്ട് പിന്നെ കുറേ നേരം ഷാമയൊക്കെ നൈറ്റ് അവൻ കളിക്കും. പിന്നെ മാത്രമല്ല ഇടയ്ക്കൊക്കെ ഇരുന്ന് കളിക്കും ഒറ്റയ്ക്ക്, അങ്ങനെ കുഴപ്പമില്ല. അവനക്ക് ആകെ പ്രശ്നം ഇടയ്ക്കിടയ്ക്ക് പാൽ കുടിക്കണം. അതായത് 10 മിനിറ്റ് കൂടുമ്പോൾ പാൽ കുടിക്കണം. പാൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കളിക്കാം, ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ ഒതുങ്ങിയിരിക്കില്ല, ഇങ്ങനെ അവിടെ വലിച്ചിട്ട് ഇവിടെ വലിച്ചിട്ട് ചാടി മറിഞ്ഞ് കുത്തി. ഇതാണ് അവൻ്റെ വിക്രസുകൾ. എന്താണ് പാൽ? എന്തിനാണ്? ആ പാലേര വായോ തരാ വാ. എന്താ വേണ്ടേ? പായ്. ഇതാണ് ആകെ ഒരു പ്രശ്നമുള്ള കുട്ടീനെ കൊണ്ട്. ഇടയ്ക്ക് 10 മിനിറ്റ് കൂടുമ്പോൾ കളിക്കും. കളിച്ച് കഴിഞ്ഞ് 10 മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ പാല് കുടിക്കാൻ വരും. വേറെ കുഴപ്പമൊന്നുമില്ല. പാലി ഇവിടെ നിന്ന് കളിക്കൂലേ? മമ്മ ഫുഡ് ഉണ്ടാക്കട്ടെ പോയിട്ട്? മമ്മ മാമുണ്ടാക്കട്ടെ? ഓക്കെ ടാറ്റാ. എന്താണ് സൗണ്ട്? അമ്മ ഇങ്ങോട്ട് വരുന്ന എന്താണ് സൗണ്ട്?
എന്തിനാ ചൂലെടുത്തത്? എന്തിനാ ചൂലെന്തിനെടുത്ത്? ഇവിടെ കൊടുന്നൊക്കെ ചൂലിവിടെ കൊടുന്നൊക്കെ. എന്താ വിക്രസ്, ഇതൊക്കെയാണ് ഇവന്റെ പണികള്. ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കൂല ഇങ്ങനെ വിക്രസ്. നോ നോ നോ, അടി കിട്ടുമോ ഇപ്പോ? എന്താ ഇവിടെ? എന്താണ്? എന്തിനാ എന്റെ ഐബു എന്റെ ഷൂ? ഇതെന്തെന്ന് ഭയങ്കര പൊടിച്ചില്ലല്ലോ. മതി 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 മതി. ഐബു ഒതുങ്ങിക്കേ. മമ്മയുടെ ആടി ഇട്ടു ഐബു ആടി. ഇവനെ കൊണ്ടുള്ള ആകെ ഒരു പ്രശ്നം ഇതാ, പൊരിച്ചല് ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കും. നമ്മൾ അടുക്കളയിൽ വാശിയും കരച്ചിലും അങ്ങനത്തെ അതൊന്നും ഇടങ്ങാറില്ല. ഈ പൊരിച്ചിൽ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി അടുക്കളയിൽ ഞാൻ നിൽക്കുക 10,000 വട്ടം വന്ന് നോക്കണം. അവിടെ അടിച്ച് ഇവിടെ അടിച്ച്, അതാണ് ബുദ്ധിമുട്ട്. അപ്പം ഇങ്ങനെ അങ്ങേറ്റത്ത് പൊരിച്ചിലാവുമ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുക വിചാരിച്ചാൽ ടാബ് കൊടുത്ത് ഒതുങ്ങിയിരുത്തു. കാരണം അല്ലാണ്ട് ശരിയാവില്ലേ, തകർത്ത് അത് കൂടിക്കഴിഞ്ഞാൽ തകർക്കലും പൊരിക്കലാവും. പക്ഷേ ടാബ് ആയാലും 10 മിനിറ്റ് ആവും എന്തെങ്കിലും കണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ടേന്ന് സൗണ്ടൊക്കെ ടാബ് എടുത്ത് എറിയും. ഭാഗ്യ ടാബിൽ പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് ഇതൊരു പൊട്ടിയിട്ടില്ല. അവനക്കിങ്ങനെ ഇരുന്നിട്ടുള്ള പരിപാടികൾ പറ്റില്ല. ഇങ്ങനെ ചാടി മറിഞ്ഞ് ഓരോ കുട്ടികളും ഒലിവിന് പൊരിച്ചിൽ കുറച്ച് കൂടുതലാണ്. പിന്നെയുള്ള ആകെ പ്രശ്നം ഞാൻ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് പാല് വേണം. അപ്പം ഞാൻ പണിയിലൊക്കെ ആണെങ്കിൽ ഇവന് പാല് കൊടുക്കുക, ഇടയ്ക്കിടയ്ക്ക് വരണം. ആളിപ്പോൾ പാല് കൊടുത്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് കഴിച്ചോളും. അങ്ങനെ ഞാൻ പണിയെടുക്കുമ്പോൾ എടുത്ത് പണിയെടുക്കണം, അല്ലെങ്കിൽ എൻ്റെ കാലുമ്മ വന്നിങ്ങനെ ഇരിക്കുക, ഇന്നൊട്ട അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല കേട്ടോ. ഈ വിക്രസും ഈ ഇടയ്ക്കിടയ്ക്ക് പാല് കുടിക്കൽ മാത്രം, അല്ലാണ്ടുള്ള ഒട്ടിലും പരിപാടികളും ഞാൻ എടുത്ത് പണിയെടുക്കണം അങ്ങനത്തെ നിർബന്ധങ്ങളൊന്നുമില്ല. ഇപ്പം ഇല്ല, ഇനി പാല് കൂടിയൊക്കെ മാറി എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പം അങ്ങനെ പോകുന്നുണ്ട്, കുഴപ്പമില്ലാണ്ട്. പാലാ എന്താ വേണ്ടേ? മുട്ടായിക്ക് കരയണ ഐഭൂഷാണ് ഇവിടെ. കോലുമുട്ടായിയോ? പിന്നെ ഇപ്പം നിങ്ങൾ കണ്ട പോലെ മുട്ടായിക്കാണ് ഒരു ദിവസത്തിൽ ഇങ്ങനെ കരയുക. മുട്ടായി ലേസ് എന്നൊക്കെ ഒരു കരയും. അത് കുറച്ചൊരു പ്രശ്നമാണ് മൂപ്പരാൾക്ക്. ഞങ്ങൾ അങ്ങനെ കൊടുക്കില്ല. പിന്നെ അത്രക്കും വേസ്റ്റായി കരഞ്ഞാൽ അങ്ങനെ കൊടുക്കും, അല്ലാണ്ട് ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല. പിന്നെ മൂപ്പരാൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടിയാണ് വെള്ളത്തിൽ കളിക്കുക. അപ്പം ഇങ്ങനെ പൊരിച്ചിലൊക്കെ കൂടുമ്പോൾ ഞങ്ങൾ കൊണ്ടുപോയി വെള്ളത്തിൽ കൊണ്ടിടും. അപ്പോൾ കുറച്ച് സമാധാനം കിട്ടും മനുഷ്യന്മാർക്ക് പറഞ്ഞ പോലെ. അപ്പം ഞാൻ കുളിക്കാൻ പോകണമായിട്ട് മുമ്പ് ഞങ്ങൾ എന്തായാലും ഇത് ചെയ്യുക വെച്ചാൽ ഞാൻ അവനെ കുറച്ച് നേരം ഇങ്ങനെ വെള്ളത്തിട്ടിട്ട് നോക്കൂട്ടോ, പേടിയാണ് ഇടയ്ക്ക് എന്തെങ്കിലും പറ്റില്ല. എന്നിട്ട് ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് അവനെ കുളിപ്പിക്കും. അപ്പോൾ അവനവിടെ നിന്ന് വെള്ളത്തിൽ കളിച്ചോളൂ, അങ്ങനെ ചെയ്യാറ്. അങ്ങനെ ആക്കാൻ പോലെ, അങ്ങനെ ആക്കാൻ പോലെ കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ടു യു. കുളിക്കാം നമുക്ക്. ഹാപ്പി ബർത്ത്ഡേ ടു യു ആണ്. ആരതാ? കുളിക്കാ കുളിക്കാം. അപ്പോൾ ഞാനും ഐബൂസൊക്കെ അങ്ങനെ കുളിച്ച് ഇനി ഇവനക്ക് ഭക്ഷണം കൊടുത്തിട്ട് കുറച്ച് നേരം ഇങ്ങനെ കളിച്ചിട്ട് പിന്നെ ഉറക്കും. ഇതിനല്ല ഞങ്ങളെ ഭക്ഷണം. ഞങ്ങൾ റൂട്ടീനൊന്നും കാണിക്കില്ല, ഇവൻ്റെ റൂട്ടീനായതുകൊണ്ടാണ് പിന്നെ കാണിക്കാത്തത്. കഞ്ഞിയും പിന്നെ ഇഷ്ടമാട്ടോ, ഉച്ചയ്ക്ക് പിന്നെയും കുടിക്കും. ഇപ്പം ഭക്ഷണമൊക്കെ പൊതുവേ കുറവ്, അതായത് ഒരു നേരം നല്ലപോലെ കഴിച്ചാൽ അടുത്ത നേരം കഴിക്കാൻ കുറച്ച് മടിയാണ്, അങ്ങനെയാണ്. ഇതെന്താ ക്യാമറയൊക്കെ നോക്കിട്ടിരിക്കണേ? അതാരാ ക്യാമറയിലാരാ? ബക്കറ്റിൽ പറക്കിടുന്നിട്ട് വേണം നമുക്ക് ഉറങ്ങാന്. ഉറങ്ങണ്ടേ? ബക്കറ്റിൽ പറക്കിട്ടിട്ട് ഫുള്ള് പറക്കിട്ട് ഇതൊക്കെ പറക്കിടുന്നിട്ട് വേണം ഐബുന് വേഗം ഉറങ്ങാൻ. ഒന്നും പറയണ്ട, ഉറങ്ങാൻ നോക്കിയിട്ട് ഉറങ്ങാണ്ട് എണിച്ചോടി. എന്നിട്ട് പിന്നെ അവിടെ ചാടി ഇവിടെ ചാടിയൊക്കെ വന്നിട്ട് ഇപ്പോൾ കണ്ട ഉറക്കം വന്ന് കണ്ണൊക്കെ ഇങ്ങനെ പോയേക്കണ്, നല്ല ഉറക്കം വന്ന് മുട്ടിയേക്കണേ. ഇങ്ങനത്തെ സിറ്റുവേഷൻ ആകുമ്പോഴാണ് ഉറങ്ങുള്ളൂ, മറ്റേത് വെറുതെ പിടിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ഇതാ എൻ്റെ കുട്ടി ഉറങ്ങി, പാവം. അതിന് ഈ ഉറക്കത്തിലൊരു 1.5 മണിക്കൂർ ഈ ഉറങ്ങുന്ന ടൈം മാത്രമാണ് അതിന് റെസ്റ്റ് കിട്ടുന്ന ടൈം. അല്ലെങ്കിൽ നേരെ അധ്വാനം പൊരിച്ചിലും അല്ലേ. ഇതിന് 3/4 മണിക്കൂർ ഉറങ്ങും, എണീക്കും, പിന്നെ വീണ്ടും 1/2 മണിക്കൂർ ഉറങ്ങും. അങ്ങനെ ഒരു 1.5 മണിക്കൂർ ഉറങ്ങും.
എണീച്ച് എന്നിട്ട് ഉറക്കത്തിൽ നിന്ന് എണീച്ച് കഴിഞ്ഞാൽ ഒരു അന്തപ്പാട്ടുണ്ടാവും. ഉച്ച കഴിഞ്ഞിട്ട് പ്രത്യേകിച്ചും കിണുങ്ങി കുറച്ച് നേരത്തിൽ കിണുക്കുണ്ടാവും. പാല് കുടിക്കാൻ എന്തിനാ ലേറ്റ്? പാല് കുടിക്കാൻ എന്തിനാ ലേറ്റ്? ഓക്കെ 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 ഓക്കെ. ഉച്ചക്കൊന്നും കഴിച്ചില്ല, 2 വീടി കഞ്ഞി കുടിച്ചിട്ട് ഉറങ്ങിയത്. അപ്പം നമ്മൾ മുട്ട കൊടുക്കാൻ പോണ് വൈകിട്ട് സ്മൂത്തി ഒക്കെ കൊടുത്തത്. അതും ഇപ്പം കുടിക്കണില്ല. ഇവിടെ സ്ട്രോബെറി വേണ്ട ഇപ്പോനെ? സ്ട്രോബെറി എന്തിനാ കാര്യമാണ്? ഐശ്യ വലിയ കുട്ടിയായിട്ട് പാല് കുടിക്കാൻ പാടില്ല. ചേച്ചേ ബിഗ് ബോയ് അല്ലേ സ്ട്രോബെറിയില്? മധുരണ്ടാ? പിന്നെന്തള്? ഉപ്പാ? പുളി? ഹലോ പറഞ്ഞേ. ഹലോ ഹായ് പറഞ്ഞേ. ഒരു ഫ്ലൈങ് കിസ് കൊടുത്ത. ഗുഡ് ബോയ്. നേണോ ചോക്ക് സ്ട്രോബെറി? നേണോ ചോക്ക്? ഇഷ്ടായില്ല? ടാറ്റാ അവന്. ഇതാണ് അവന്റെ പണി. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ഇത് പിടിച്ച് വലിച്ചു പോലാണ്. ഇതാണ് അവന്റെ പണി. കുരുത്തക്കേട് കണ്ട ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കില്ല. സ്ട്രോബെറി എന്ത് മുട്ടൊക്കെ തിന്നതിന് ശേഷമുള്ള കുരുത്തക്കേടാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. മതി 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 ആയിപ്പോ പപ്പ പോയിട്ടാ. ബക്കറ്റിന്റെ ഉള്ളിൽ ഇറക്കിടവനെ. ഇറക്കിട്. അതാ 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 കുറച്ചേരം ഇരിക്കും ബക്കറ്റിന്റെ ഉള്ളിൽ. പെട്ടു ഒതുങ്ങിരിക്ക. അതാ വേണ്ട വേണ്ട വേണ്ട. മുട്ട തിന്ന് ഒരു സ്ട്രോബെറി തിന്നു. വിശന്നിട്ട് ഇങ്ങനെ പാലി വണ്ടി കിണങ്ങിയിരുന്നേ. പെപ്പി അങ്ങനെ അവന് ഉറങ്ങുമ്പോൾ 4:30 ആയി തോന്നുന്നുണ്ട്. 4 മണിക്കാണ്ട് ഉറങ്ങിയിട്ട് 6:30 എണിച്ച് പിന്നെ കുറച്ച് നേരം അങ്കംവിട്ടൊക്കെ കഴിഞ്ഞ് സ്ട്രോബെറി മുട്ടൊക്കെ കൊടുത്ത് ഷാമിയൊക്കെ കുറച്ച് നേരമൊക്കെ കളിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പതാ ഒരു 8 മണിയൊക്കെ ആവാറ്. ഞങ്ങൾ എന്നും രാത്രി 8 മണിയൊക്കെ ആകുമ്പോൾ, പ്രത്യേകിച്ച് രാത്രി പണിയൊന്നും ഇല്ലെങ്കിൽ ഞങ്ങളൊരു സിനിമ എന്തെങ്കിലും വെക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവൻ ചിലപ്പോൾ സിനിമയുടെ ഇടയ്ക്ക് ഇങ്ങനെ സമ്മതിക്കുകയില്ല കേട്ടോ. ഇങ്ങടിച്ചാടി ഒതുങ്ങിയിരിക്കാണ്ട് കാണും. കുറച്ച് നേരമൊക്കെ ഞങ്ങളൊപ്പം ഇരുത്ത് ഇങ്ങനെ കാണിപ്പിക്കും. പിന്നെ തീരെ ഞങ്ങൾക്ക് കാണാൻ പറ്റില്ലെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്യുക വെച്ചാൽ ടാബ് കൊടുക്കും. കുറച്ച് നേരം അവിടെ അവൻ ടാബിൽ ഇരുന്നോട്ടെ. അപ്പോൾ ഞങ്ങൾക്ക് സിനിമയിലോ വിചാരിച്ചിട്ട്. പക്ഷേ അതൊന്നും നടക്കൂല കേട്ടോ. കുറച്ച് നേരമൊക്കെ കാണുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഓടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 15 മിനിറ്റ് എന്തോ ഭാഗ്യത്തിന് ഇരുന്ന് കണ്ടിട്ട് അപ്പോൾ ഞങ്ങൾക്ക് സുഖമായി കാണാൻ പറ്റി. അപ്പത്തിന് പിന്നെ ഇങ്ങോട്ട് ഓടി വന്ന്. ഞങ്ങൾ മിച്ചർ തന്നെ കണ്ടിട്ട് ഓടി വന്ന്. പിന്നെ ഞങ്ങളൊപ്പം തന്നെ ആയിരുന്നു ഓരോ വിക്രസ് കാട്ടിയിട്ട്. അവന് മിച്ചർ തന്നെ പോവാ. പൊരിയല്ല തരും. It's time for bed വന്നിട്ട് അവിടെ വിടറാ മതി. ആനോ ആന പോന്നു. ജില്ലം പപ്പട ജില്ലം പപ്പറ ആനോ. ഐബു ഓടി വാ കഞ്ഞി. ഐബു
മതി, നാളെ ഞാനക്കളി വായോ. നോക്കിയേ, ഡൈനോസർ ഡൈനോസർ. എന്താ വേണ്ടേ? എന്തിനാ ആനനെയും പുലിനൊക്കെ കഞ്ഞി കുടിക്കാൻ? ഇതൊക്കെ എന്തിനാ? ഇതൊക്കെ എന്തിനാ? ഇതൊക്കെ എന്ത്? ആനപ്പുലി. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മള് കഞ്ഞി കുടിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടാ. ഇറക്കള് എത്ര നേരമായി ബൂസ് വായിൽ വെച്ചിട്ട്. ഒരു വായ കൊടുത്തിട്ട് ഇങ്ങനെ വായ വെച്ചിരിക്ക. ഇറക്ക് ഇറക്ക് ഇറക്കിയാ. രാത്രി അങ്ങോട്ടായപ്പോൾ കഞ്ഞി തീരെ കുടിക്കാണ്ടായിട്ടെ. കാരണം നമ്മൾ സിനിമ കാണുമ്പോൾ നമ്മളെ കൂടെ ഇടയിൽ മിച്ചർ ഇതൊക്കെ തിന്നിട്ട്, മിച്ചർ മാത്രമല്ല ഫ്രൂട്ട്സ് എന്തൊക്കെ തിന്നിട്ടുണ്ട്, കറക്കി പറക്കി പറക്കി തിന്നുന്നത്. ഉച്ചയ്ക്ക് കാര്യമായിട്ടൊന്നും തിന്നാത്തോടി. പിന്നെ അഹമ്മദ് ഒന്നും തിന്നില്ല തന്നെ. ഒരു വായ കൊടുത്തിട്ട് ഇങ്ങനെ വെച്ചിരിക്കുക. ടെൻച്ചോടുക, ഒന്നും തിന്നാൻ സമ്മതിക്കണില്ല. അങ്ങനെയൊക്കെ ആയിട്ട് അവസാനം ഞാൻ ഷാമയാക്കെ വിളിച്ചു കൊടുന്നു. പിന്നെ ഷാമയൊക്കെ ഓരോന്നൊക്കെ കാട്ടി അങ്ങനെ കൊടുക്കാൻ തുടങ്ങിയത്. അടുത്തറിയാം അതാരോട്ട് ആരാത്? ഈ വേറെ സാധനം നോക്ക്. പപ്പ വിരലിലിടുന്നത് ബലൂണ് ബുയായി. ഞാൻ അയ്മൂല് കൈമൂലിട്ടാണ് ബുയായി. കയ്യിലിട്ടാണ് കൊറേ ഉണ്ട് എല്ലാ വിരലും. നമ്മള് രാത്രി കുളിക്കാൻ പോയിനി. നമ്മള് രാത്രി കുളിക്കാൻ പോയിരിക്കേ. നമ്മള് രാത്രി കുളിക്കാൻ പോയിരിക്കേ. നമ്മള് രാത്രി കുളിക്കാൻ പോയില്ലേ? ഇപ്പൊ കുച്ചാൻ പോയില്ലേ? നമ്മള് കുച്ചാൻ പോയി. ഇടോക്കെ ഇടോക്കെ കുപ്പായം ഇപ്പൊ ഇങ്ങനൊക്കെ ഇടണ രണ്ട് ഒരു പാന്റ് വേറൊരു കുപ്പായം പറയാൻ മറ്റേന്റെ പാന്റും കുപ്പായോ ഇതാക്കി. വേറൊന്നുണ്ടായി അതറിയോ? എടി ഇന്നലെ നമ്മൾ പുറത്തു പോയപ്പോ ഒരു പൂച്ച വന്നില്ല, തന്തപൂച്ച. അത് പപ്പന്ന് കണ്ടു. പപ്പന്ന് അവിടെ പോയപ്പോണ്ട് ഓ ആ മാന്തി പൂച്ചല്ലേ? മാന്തിയത് മാന്തി പൂച്ചി. മാന്തളല്ല, മാന്തിയിലൊരു പൂച്ച. അബൂനെ ആ മീ ഉറങ്ങാ ടാറ്റ ഉറങ്ങാ. പൂച്ച ഡോഗ് പറയും. പശുവാ കൗ എന്ന് പറയും. കൗ. അതാ അങ്ങനെ രാത്രിക്കത്തെ ഷായിബുവിൻ്റെ ഡ്രസ്സ് മാറ്റൽ പരിപാടികളൊക്കെ ഷാമയൊക്കെ ഡ്യൂട്ടിയായിട്ട്. കാരണം എനിക്ക് കിച്ചണ് ക്ലീൻ ആക്കാനും ഒതുക്കാനൊക്കെ ഉണ്ടാവില്ല രാത്രിക്കുള്ള ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട്. രണ്ടാളും കൂടി കമ്പൈൻ ചെയ്താലാണ് രാത്രി വേഗം നമുക്ക് ലൈറ്റ് ഓഫ് ആക്കി അവനെ പിടിച്ച് കിടത്താൻ പറ്റുള്ളൂ. കാരണം 11 മണിയാകുമ്പോൾ ലൈറ്റ് ഓഫ് ആക്കി കിടത്തും. ഇല്ലെങ്കിൽ അവൻ കളിക്കാൻ അവനെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ തീരെ ഉറങ്ങാൻ സമ്മതിക്കില്ല. അവിടെ ലൈറ്റ് ഓഫ് ആക്കി പാല് കൊടുത്തതിനെ കിടന്നാൽ പിന്നെ എല്ലാം കൂടെ ഉറങ്ങിക്കോളും. ഉച്ചയ്ക്ക് ഉറങ്ങിയില്ലെങ്കിൽ വേഗം ഉറങ്ങും. ഇല്ലെങ്കിൽ 12 മണിയാകുമ്പോഴത്തേനും പിടിച്ചെടുത്തി ഉറക്കും. ചില സമയത്ത് 12:30 ആവട്ടെ അങ്ങനെ. പക്ഷേ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് എണിക്കും. അങ്ങനെ കംപ്ലീറ്റ്ലി അങ്ങനെ ഒറ്റ ഉറക്കം ഉറങ്ങുമൊന്നുമില്ല ഇപ്പോഴും. അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ഡേ. ഓരോ ദിവസം ഇങ്ങനെ ഡേയ്സ് വ്യത്യാസം ഉണ്ടാവും. ഓരോ ദിവസം ഓരോ പോലെ ആവും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഡേ. അടുത്ത വ്ളോഗിൽ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.